السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم من دخل دار أبي سفيان فهو آمن ومن أغلق عليه بابه فهو آمن ومن دخل المسجد فهو آمن. صدق رسول الله صلى الله عليه وسلم. صلى الإله على ابن آمنة الذي جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما. يا أيها الراجون منه شفاعة صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ പ്രഭാഷണത്തിൻ്റെ അവസാന ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകരുടെ തിരുജന്മത്തിൽ സന്തോഷിക്കുന്നതിനോടനുബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി ഈ പരിപാടി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഹിജ്റ 8-ാം വർഷം മുതൽക്കുള്ള ഏതാനും ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രഭാഷണം ഇവിടെ സമാപിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള ഒരു പരിപാടിയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഹിജ്റ 7-ാം വർഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയതന്ത്ര തലങ്ങളിൽ ഇടപെടുകയും
അനേകം രാഷ്ട്ര നേതാക്കൾക്ക് വിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നേരിട്ട് കത്ത് എഴുതി ദൂതന്മാർ മുഖേന അവർക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അതൊരു വലിയ കാൽവപ്പായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങളും ആയിരത്താണ്ടുകളുമായി പാരമ്പര്യമായി നിലനിൽക്കുന്ന വലിയ വലിയ രാഷ്ട്ര നേതാക്കളുടെ സമീപത്തേക്ക് ഏതാനും വർഷങ്ങൾ മാത്രമായി ഉദയം ചെയ്ത ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് നയതന്ത്ര ദൂതന്മാരെയും കത്തുകളെയും പറഞ്ഞേക്കുക എന്നത് അതൊരു മുന്നേറ്റത്തിന്റെ സൂചന തന്നെയായിരുന്നു. ഇന്നലെ നാം സൂചിപ്പിച്ചതുപോലെ പല പ്രമുഖരായ ഭരണാധികാരികളും മാന്യമായി ആ കത്തുകളോട് പ്രതികരിച്ചപ്പോൾ റോം സാമ്രാജ്യത്വത്തിന്റെ കീഴിലുണ്ടായിരുന്ന ശാമില ഗവർണർ, അയാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയച്ചിരുന്നു. എന്നാൽ മുത്തുനബിയുടെ ദൂതരായ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആ ഭരണാധികാരിയുടെ സൈന്യാധിപൻ ശർഹബീൽ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കളഞ്ഞു എന്നത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. ഒരിക്കലും ഭരണകൂടത്തിന്റെ ദൂതന്മാരെ കൊല്ലുക എന്നത് ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. ആ ക്രൂരകൃത്യം ശാമിലെ ഭരണാധികാരി ചെയ്തപ്പോൾ സ്വാഭാവികമായും മഹാനായ ഹാരിസ് ഇബ്നു ഉമൈർ തങ്ങളുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നത് ചങ്കുറപ്പുള്ള ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്ന് ലോകത്തെല്ലാവരും സമ്മതിക്കും. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി 3000 പേർ ഉൾക്കൊള്ളുന്ന ഒരു സേനയെ റോമിന്റെ ഭരണഭാഗമായ ശാമിലേക്ക് അന്ന് പടനയിക്കാൻ വേണ്ടി നിയോഗിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഘത്തിൽ പുറപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഅത്തത്തിലേക്കാണ് ഈ സേനയെ പറഞ്ഞേക്കുന്നത്. അവിടുത്തെ നുബുവത്ത് തെളിയിക്കുന്ന പ്രവാചകത്വ കാര്യത്തെ ബോധ്യപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു പടനീക്കമായിരുന്നു മുഅത്തത്തിലേക്ക് ഹിജ്റ 8-ാം വർഷം നടന്ന ഈ പടനീക്കം. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ പോറ്റുപുത്രനാണല്ലോ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കയ്യിൽ പതാക ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ അമീറുന്നാസ്, സയ്യിദ് ഇബ്നു ഹാരിസത്ത് ഈ സേനയുടെ നായാധിപി, സേനയുടെ തലവനാണ്. അതേ സമയത്ത് ഫൈൻ ഖുത്തില സയ്യിദുൻ, സയ്യിദ് റളിയല്ലാഹു അൻഹു എങ്ങാനും രണാങ്കണത്തിൽ വധിക്കപ്പെട്ടാൽ ഫജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ, പിന്നെ പടനായകൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഇത്രയും കാലം എത്യോപ്യയിൽ പലായനം ചെയ്തവിടെ താമസിച്ച് ഹിജ്റയുടെ 6-ാം വർഷത്തിൽ തിരിച്ചു വന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ പകരം നേതാവായി നിർണയിച്ചു കൊടുക്കുന്നത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഫൈൻ ഖുത്തില ജഅഫറുൻ ഫഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളാണ് ഈ യുദ്ധ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. ഫഇൻ ഖുത്തില അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഇനി അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളും ഷഹീദായാൽ ഫല്യർതലിൽ മുസ്ലിമൂന ബൈനഹും റജുലൻ ഫയജഅലൂനഹു അലൈഹിം, പിന്നെ വിശ്വാസികൾ അവർക്കിടയിൽ നിന്നൊരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹം നേതൃത്വം കൊടുക്കട്ടെ. മുത്തുനബി തങ്ങളുടെ ഈ സംസാരത്തിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് ഒരു കാര്യം ഉറപ്പിച്ചു, ഈ 3 പടത്തലവന്മാരും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കും. സുബ്ഹാനല്ലാഹ്, ആ പ്രവചനം അതുപോലെ തന്നെ സംഭവിച്ചു.
ആദ്യം മഹാനായ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മുഅത്തത്തിന്റെ രണവീതിയിൽ അവിടെ ഷഹീദായി വീണു. അത് കഴിഞ്ഞ് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് തങ്ങളെ കയ്യിലേക്കായി നേതൃത്വം. മഹാനവറുകളതാ സധീരം മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നു, യാ ഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ ത്വയ്യിബത്തും ബാരിദത്തുൻ ശറാബുഹാ വറൂമു റൂമുൻ ഖദ്ദനാ ആദാബുഹാ അലയ്യ ഇല്ലാ ഖൈതുഹാ ളിറാബുഹാ. സ്വർഗത്തിന്റെ പരിമളം ഞാനിതാ ആസ്വദിക്കുന്നു. സധീരമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സുന്ദരമായ വെള്ളവും അവിടുത്തെ കൂളും തണുപ്പുമൊക്കെ ഞാൻ അനുഭവിക്കുന്നു. അതേ സമയത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ നാശം ഇതാ ഇവിടെ അടുത്തിരിക്കുന്നു. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സധൈര്യം പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നു. മൂന്നാമതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മഹാനവറുകളും മരിച്ചു വീഴുന്നു. അതിനുശേഷം മുസ്ലിമീങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിന്റെ തലവനാക്കുകയും മഹാനവറുകൾ ആ സേനയെ പുനർവിന്യസിക്കുകയും ചെയ്ത് അതിൻ്റെ ഇരട്ടിക്കരട്ടി വലിപ്പമുള്ള റോമൻ സേനയെ നിലംപരിശാക്കി അവരതാ വിജയശ്രീലാദിതരായി തിരിച്ചു പോരുകയായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഹിജറ 8-ാം വർഷത്തിലാണ്. മുഅത്തത്ത് യുദ്ധം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതൊരു ഭരണകൂടത്തിന്റെ ധീരതയുടെ നിദർശനമായി ഇന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നുബുവത്തിന്റെ 8-ാം വർഷത്തിൽ വേറെയും അനേകം സംഭവങ്ങൾ ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഫത്ഹു മക്ക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ അറിവ് കൊടുത്തിരുന്നു. പരിശുദ്ധമായ മക്ക, അവിടത്തെ ആട്ടിയോടി ഖുസാഅത്ത് ഗോത്രവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഖുറൈശികൾ ഖുസാഅത്ത് ഗോത്രക്കാർക്കെതിരെ മുസ്ലിം സഖ്യത്തിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികൾക്ക് താക്കീത് കൊടുത്തു. നമ്മൾ ഇതുവരെ പാലിച്ചു പോന്ന കരാറ് നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല. ഈ താക്കീത് നിലനിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ മക്കയുടെ നായകനാണ്. അദ്ദേഹം പ്രവാചകരെ കാണാൻ വന്നു കരാറ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അതാ പരിശുദ്ധമായ മക്കയിലേക്ക് മാർച്ച് ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തിരുന്നു, അനുമതി കൊടുത്തിരുന്നു. അപ്പൊ ആ ഒരു പുറപ്പാടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. പരിശുദ്ധമായ ഹിജറയുടെ 8-ാം വർഷം റമളാൻ 10-നാണ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലെ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ആരംഭം കുറിക്കുന്നത്. അങ്ങനെ ഏകദേശം 10,000 വരുന്ന ഒരു സേന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ സൈന്യമത ആവേശോജ്വലമായ ഒരു മാർച്ച് നടത്തുകയാണ് മക്കയിലേക്ക്. ആ കാഴ്ച കാണേണ്ടതാണ്. ഈ കാലത്തിന്റെ ഇടക്ക് മുസ്ലിം സേന നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമാണ്. അങ്ങനെ അതാ വളരെ അച്ചടക്കത്തോടുകൂടി പ്രവാചകന്റെ അനുയായികൾ അവിടത്തെ ആട്ടിപ്പായിച്ച മക്കയിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഓരോരോ പാഠങ്ങൾ ഇങ്ങനെ അവർക്ക് പകർന്നു നൽകുന്നു. പല പ്രദേശങ്ങളിലൂടെയും അവർ നടന്നു പോകുന്നു. തമ്പടിക്കുന്ന സ്ഥലത്ത് വെച്ചൊക്കെ ക്ലാസ്സുകൾ നൽകുന്നു. അങ്ങനെ അറിവും പരിശീലനവും എല്ലാം മേളിച്ച ആ യാത്ര വല്ലാത്തൊരനുഭവമാണ്. പരിശുദ്ധ മക്കയുടെ സമീപത്തെത്താറായപ്പോൾ അതാ ഏതാനും ആളുകൾ തിരിച്ചു മദീനയുടെ റൂട്ടിലൂടെ ഇങ്ങോട്ട് വരുന്നു. അപ്പോഴതാ നോക്കുമ്പോൾ ആരാണത്? സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹും അവിടുത്തെ കുടുംബവുമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്. ബഹുമാനപ്പെട്ടവർ രഹസ്യമായി നേരത്തെ തന്നെ മുസ്ലിമായിട്ടുണ്ടെങ്കിലും ചില കാരണങ്ങളാൽ മക്കയിൽ തന്നെ തങ്ങുകയായിരുന്നു. മഹാനവറുകൾ മദീനയിലേക്ക് ഹിജറ വരികയാണ്. മുത്തുനബി മക്ക ജയിച്ചടക്കാൻ വരുന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. തന്റെ മൂത്താപ്പയെ അല്ലെങ്കിൽ എളാപ്പയെ കണ്ടപ്പോൾ അള്ളാഹിന്റെ ഹബീബ് അവിടെ വെച്ച് പറയുകയാണ്, ഹിജ്റത്തുക യാ അമ്മ
ആഖിറു ഹിജ്റ, എൻ്റെ പ്രിയപ്പെട്ട എളാപ്പ, അവിടത്തെ ഈ ഹിജ്റയുണ്ടല്ലോ, ഇത് അവസാനത്തെ ഹിജ്റയാണ്. ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. കമാ അന്ന നുബുവത്തി ആഖിറു നുബുവ്വാ, എൻ്റെ നുബുവത്ത് അവസാനത്തെ നുബുവത്താണ്. ഇനി ഒരു നബി ഇവിടെ വരാനില്ലാത്തതുപോലെ നിങ്ങളുടെ ഹിജ്റ യാത്ര ഒടുവിലെ യാത്രയാണ്. ഇനി ഒരാളും മക്ക വിട്ട് യാത്ര പോകേണ്ടി വരില്ല. അഥവാ മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോകുകയാണെന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതാ മർറുൽ ഖുറാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബി പറഞ്ഞു എല്ലാ പടയാളികളോടും ഈ 2 ചൂട്ട് കത്തിച്ച് പിടിക്കാൻ പറഞ്ഞു. നമ്മൾ ഓല കൊണ്ട് കെട്ടുന്ന ചൂട്ട്, അതിന് തീ കൊടുത്ത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു രാത്രി. അങ്ങനെ ഇരുട്ടുള്ള രാത്രിയിൽ 10,000 സൈനികർ തീപ്പന്തവും പിടിച്ചിങ്ങനെ വരുന്നത് കണ്ടാൽ ആരും പേടിച്ചരണ്ടു പോകും. ആ ഒരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിർദ്ദേശം കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോഴാ അബൂ സുഫിയാനും മറ്റു 2 സുഹൃത്തുക്കളും മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് വല്ല നീക്കവുമുണ്ടോ എന്നറിയാൻ വേണ്ടി രഹസ്യാന്വേഷണത്തിന് ഇറങ്ങിയ സമയമായിരുന്നു അത്. അബൂ സുഫിയാൻ മുത്തുനബിയുടെ പിടിയിലായി. അള്ളാഹുവിന്റെ ഹബീബദ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങൾ ഇവിടെ തടഞ്ഞു വെക്ക്, അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നമ്മുടെ സൈനികര് മാർച്ച് ചെയ്യുന്നത് അദ്ദേഹം ഒന്ന് കാണട്ടെ. അങ്ങനെ ആ കാഴ്ച പരിപൂർണമായും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് മനംമാറ്റം വരുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മുത്തുനബി ക്ഷണിക്കുന്നു. അങ്ങനെ അതാ മക്കയുടെ നായകൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഉറപ്പായി ഈ മുത്തുനബിയെ ഇനി ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. പരിശുദ്ധ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ 4 ഭാഗത്തു നിന്നും വളയാൻ വേണ്ടി സൈനികരെ വിഭജിക്കുകയും അവസാനം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അബൂ സുഫിയാനോട് തന്നെ വിളംബരപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ, അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ആര് പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനാണ്. അബൂ സുഫിയാൻ തങ്ങളോട് എന്നെ ഇത് വിളിച്ചു പറയാൻ ഏൽപ്പിച്ചത്. അതിൽ വലിയ ഹിക്മത്തുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, അവരുടെ നേതാവ് തന്നെ ഇതാ കൂറുമാറിയിരിക്കുന്നു എന്ന് അനുയായികൾ കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ വീര്യം ചോർന്നു പോകും. അത് അതിന്റെ പിന്നിലുള്ള ഒരു ഹിക്മത്താണ്. വേറെയും ധാരാളം ഹിക്മത്തുകളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം പറഞ്ഞു, ആമിൻ, ആര് അവനവന്റെ വീട്ടിൽ വാതിലടച്ച് സുരക്ഷിതമായിരിക്കുന്നുവോ ഈ സേന അവരെ ആക്രമിക്കുകയില്ല. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ, പരിശുദ്ധ ഹറമിൽ വന്ന് പരിശുദ്ധമായ കഅബ പള്ളിയിൽ വന്ന് ആര് അഭയം തേടുന്നുവോ ഈ സൈനികർ അവരെ ആരെയും അതിക്രമിക്കുകയില്ല. അതിനാൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന സന്ദേശം മുഴക്കിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആട്ടി ഓടിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഈ നേതാവിന്റെ സ്നേഹവും കാരുണ്യവുമാണ് ആ ഒരു പ്രഖ്യാപനത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പ്രകോപനത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കാം, അതൊന്നും മുഴക്കാതെ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മക്കയുടെ താഴ്ഭാഗത്തൂടെ വന്ന സേനയെ മാത്രം നേരിടാൻ ചില ആളുകൾ മുന്നോട്ട് വരികയും അവരവസാനം തോറ്റ് പിന്മാറുകയും ചെയ്തു. വേറെ ആരും ഈ സൈനികരെ നേരിടാൻ ഒരു ഭാഗത്തുനിന്നും മുന്നോട്ട് വന്നില്ല. അവസാനം പരിശുദ്ധമായ കഅബ ഉൾക്കൊള്ളുന്ന വിശുദ്ധ നഗരം ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽ കീഴിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് വിജയവേരി മുഴക്കി ആ വിശുദ്ധ ഗേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്ഥാപിച്ച പരിശുദ്ധമായ കഅബയിൽ അനധികൃതമായി സ്ഥാപിക്കപ്പെട്ട എല്ലാ രൂപങ്ങളെയും കോലങ്ങളെയും പ്രതിമകളെയും അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് വിശുദ്ധ കഅബ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്നതാ നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോടായി ചോദിക്കുന്നു, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, ഓ ഖുറൈശി സമൂഹമേ, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്?
അന്നീ ഫായിലും ഫീക്കും, ഞാൻ നിങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാ നിങ്ങളെ വിചാരം? ഖാലൂ, ഖുറൈശികളെ മറുപടി ഖൈറാ, താങ്കൾ നന്മ ചെയ്യുമെന്നേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. കാരണം അഖുൻ കരീമുൻ വബ്നു അഖിൻ കരീം, അവിടുന്ന് ഞങ്ങളുടെ ഏറ്റവും മാന്യനായ സഹോദരനാണല്ലോ, മാന്യനായ സഹോദരന്റെ പുത്രനുമാണല്ലോ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാന്റെ ഹബീബിനെ 3 കൊല്ലം പട്ടിണിക്കിട്ടപ്പോൾ മാന്യത എന്ന് പറയുന്ന പദം അവരെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ചാട്ടുളി കൊണ്ട് കുത്തിക്കൊല്ലുന്ന സമയത്ത് മാന്യതയെ കുറിച്ചുള്ള വാക്ക് അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിവെക്കുന്ന സമയത്ത് അവർക്ക് മാന്യത ഓർമ്മയില്ല. പാവപ്പെട്ടവരെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന നേരത്ത് മാന്യത ഓർമ്മയില്ല. എന്നിട്ടും അവരിപ്പം പറയുന്നു അവിടുന്ന് മാന്യനാണ്. അവിടെയാണ് അള്ളാന്റെ ഹബീബിന്റെ കാരുണ്യം നമ്മൾ കാണുന്നു. ഖാല ഇദ്ഹബൂ ഫഅൻതുമു തുലഖാ, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങളൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാണ്. ഇവിടെ നിങ്ങളോടെതിരെ ഒരു പ്രതികാരവും ഞാൻ ഇവിടെ വീട്ടാൻ പോകുന്നില്ല. ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നത് എൻ്റെ സഹോദരൻ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അവിടത്തെ കഠോരമായി പീഡിപ്പിച്ച സഹോദരന്മാരെ മുമ്പിൽ അന്ന് അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികളില്ല. അതേ വാക്ക് തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ അവിടുന്ന് കാരുണ്യമാണ് എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിലാണ്. എല്ലാവരോടും ദയുള്ള നബി ഒരാളെയും പ്രതികാരം വിട്ടുക എന്ന നിലക്ക് നടപടി സ്വീകരിക്കാൻ നിന്നില്ല. അങ്ങനെ അതാ നാട്ടുകാർക്ക് സമാധാനമായി. ഈ ദൈവദൂതരെ തിരിച്ചറിയാനുള്ള അവസരം അവർക്ക് നൽകുകയാണ്. അവിടെ വെച്ച് തന്നെ അനേകം പേരതാ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പിന്നീട് അവിടെ ളുഹർ ബാങ്കിന്റെ സമയമായി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി ആരെയാണ് തെരഞ്ഞെടുത്ത് നിങ്ങൾക്കറിയോ? ഇതേ മക്കയുടെ വിരിമാറിൽ പീഡനങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ ഏറ്റുവാങ്ങിയ, ജീവച്ഛവമായി കടന്നിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് വിശുദ്ധ കഅബയുടെ മുകളിലേക്ക് ചവിട്ടി കയറാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ മേലെ കയറി നിന്ന് മക്കയിലെ ആദ്യത്തെ പരസ്യമായ ബാങ്ക് കൊടുക്കുന്നത് മഹാനായ കറുത്ത വംശജനായ എത്യോപ്യക്കാരനായ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവനാണ്. ഇന്നും നമ്മൾ കാണുന്നു അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് കറുത്ത വർഗക്കാരോടുള്ള ആ അസ്പർശ്യത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ മത്സരത്തിന് നേരിടുകയാണ്. ഈ കാലഘട്ടത്തിലും നമുക്ക് പ്രവാചകരുടെ മഹത്തായ മാതൃകയാണ് ഉയർത്തിപ്പിടിക്കാനുള്ളത്. എല്ലാ വർണ്ണവെറിയന്മാരുടെ വർണ്ണവെറിയെയും ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശ്രവണ സുന്ദരമായ സ്വരത്തിൽ ബാങ്കൊലി മുഴക്കുകയാണ്. അങ്ങനെ അതൊരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു മക്കം ഫത്ഹ് എന്ന് പറയുന്നത്. ജാതീയതയുടെയും വംശീയതയുടെയും വർണ്ണവർഗങ്ങളുടെയും ഒക്കെ വൈജാത്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചുമൂടിയ ഒരു വലിയ വിപ്ലവമാണ് മക്കം ഫത്ഹ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞതാ സ്വഫാ കുന്നിൽ ചെന്നിരുന്ന് അള്ളാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു, ഇനി ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് നിങ്ങൾ വന്ന് ബൈഅത്ത് ചെയ്യണം. ഓരോരുത്തരായി മുത്തുനബിയെ വന്ന് ബൈഅത്ത് ചെയ്ത് അവിടത്തെ അംഗീകരിക്കുകയാണ്. അങ്ങനെ തികച്ചും രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെയാണ് ഇത്രയും ക്രൂരമായ പീഡനങ്ങളും നാടുവിട്ടു പോയതിനു ശേഷം നിരന്തരം യുദ്ധങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് പ്രവാചകരെ ശല്യം ചെയ്ത ഒരു ജനതയോട് നബി കാണിച്ച സ്നേഹത്തിന്റെ പ്രതികരണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യവും പ്രവാചകന്റെ കാരുണ്യവും നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ഒരു യാത്രയായിരുന്നു മക്കം ഫത്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹുവിന്റെ ദൈവദൂതർ തന്നെയാണ് എന്ന് അടിക്കടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മുഅ്ജിസത്തുകൾ അനേകം ഈ യാത്രയിലുടനീളം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്.
മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ വളരെ കൂളായി മക്കയെ കീഴടക്കുകയും തന്റെ രാഷ്ട്രത്തിന്റെ കീഴിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്ത് അവിടുന്ന് സന്തോഷത്തോടെ തവാഫ് ചെയ്യുന്ന സമയത്തതാ പ്രവാചകരുടെ തൊട്ടടുത്ത് ചേർന്ന് ഒരാളിങ്ങനെ നടക്കുന്നുണ്ട്. ആളാരാണെന്നറിയുമോ? ഫലാലത്ത് ബിനു ഉമൈർ, മക്കയിലെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർന്ന് ഇങ്ങനെ ചുണ്ടുകൊണ്ടെന്തൊക്കെയോ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ടതാ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നു, യാ ഫലാല മാദാ തുഹദ്ദിസു ബിഹി നഫ്സക്, ഓ ഫലാല, നീ എന്താണ് ആത്മഗതം പറയുന്നത്? മനസ്സിൽ നീ എന്താണ് കണക്ക് കൂട്ടുന്നത്? എന്താ നിന്റെ വിചാരം? ഫലാല പറഞ്ഞു, നബിയേ, ഞാൻ ദിക്ർ ചൊല്ലുകയാണ്, ഞാൻ ദൈവസ്മരണ നടത്തുകയാണ് എന്ന് നബി തങ്ങളോട് മറുപടി പറയുന്നു. അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നു, വേണ്ട മോനെ, പിന്നെ എന്തിനാണ് ആ വിഷത്തിലൂട്ടപ്പെട്ട കത്തി കൈവശം വെച്ചത്? വളരെ രഹസ്യമായി തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച പ്രവാചകരെ തന്ത്രപൂർവം കുത്തിക്കൊല്ലാൻ വേണ്ടി അരയിൽ സൂക്ഷിച്ച കഠാര ഇതെന്തിനു വേണ്ടിയാണ്? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് പ്രവാചകർ കൈവെക്കേണ്ട താമസം അദ്ദേഹം അതാ അവിടെ നിന്ന് മനസ്സു മാറുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടുന്ന് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളാണിത്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. ഈ യാത്രക്കിടെ മുസ്ലിം സൈന്യത്തിന്റെ ആധിക്യമൊക്കെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചെങ്കിലും മഹാനവറുകളുടെ മനസ്സിൽ ശരിക്കും കേട്ട് ഉറച്ചിട്ടില്ല ഈമാൻ. എന്നിട്ട് മഹാൻ പറയാണ്, ഞാനിങ്ങനെ സൊഫയിൽ വെച്ചുള്ള ബൈഅത്തൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി, ലോ ജമഅതു ലി മുഹമ്മദിൻ ജംഅ, ഒന്നുകൂടി ഒരു സൈനിക സജ്ജീകരണം നടത്തി നോക്കിയാൽ എന്താ? മുഹമ്മദിനെ ഒന്നുകൂടെ ഒന്ന് നേരിട്ട് നോക്കിയാലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഒറ്റക്കിരുന്ന് ഇങ്ങനെ പ്ലാന് നടത്തുമ്പോഴാണ് പെട്ടെന്ന് പിറകെ അള്ളാന്റെ ഹബീബ് വരുന്നു. ഇത് ലറബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന കത്തിഫൈ, അബൂ സുഫിയാന്റെ പെരടിക്കഥാ നബി തങ്ങൾ ഒരടി കൊടുത്തുകൊണ്ട് പറയുന്നു, ഇദൻ യുഖ്സികല്ലാഹു അബദാ, അങ്ങനെ ഒരു സൈനിക നീക്കം ഇനിയും താങ്കൾ നടത്തുകയാണെങ്കിൽ ഒരു കാലത്തും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തൂല കേട്ടോ. ഉടനെ തന്നെ അബൂ സുഫിയാൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തുറന്നു പറഞ്ഞു, മാ ഐഖൻതു അന്നക നബിയുൻ ഹത്ത സാഅ, നബിയേ, ഇതുവരെ അവിടുന്ന് അള്ളാഹിന്റെ പ്രവാചകരാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതെ, ഇപ്പോഴാണ് എനിക്ക് ഉറപ്പ് വന്നത്. ഇൻ കുന്തു ലഉഹദ്ദിസു നഫ്സി ബിദാലിക, അവിടത്തേക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തിയാലോ എന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് അവിടുന്ന് കൃത്യമായി എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈമാൻ ഉറക്കുന്നത്. പിന്നീട് മക്കയുടെ നായകനായ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭദ്രവൈരിയായ, പ്രതിപക്ഷ നേതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയാണ്. തുടർന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം, അവിടുന്ന് ത്വായിഫിലേക്കുള്ള പ്രവാചകരുടെ പടയോട്ടത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് യർമൂക്ക് യുദ്ധത്തിൽ രണ്ടാമത്തെ കണ്ണും ദീനിനു വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ രണ്ട് കണ്ണും ഈ മതത്തിനു വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. അത്രയും കാലം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചെങ്കിലും അവസാനം മുഅ്മിനായി ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നത് ചെറിയ സൗഭാഗ്യമല്ല. റളിയല്ലാഹു തആല അൻ. ഇങ്ങനെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഈ ഹിജ്റയുടെ 8-ാം വർഷത്തിൽ നടന്ന മക്കം ഫത്ഹിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. മക്കം ഫത്ഹ് കഴിഞ്ഞ് പല പ്രമുഖരും ഒളിച്ചോടിയവരുടെ കൂട്ടത്തിലുണ്ട്.
പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പ്രവാചകരുടെ ബദ്ധവൈരിയായിരുന്ന അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ നാട് വിട്ട് പോകുകയാണ്. യമന്റെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. അദ്ദേഹത്തെ തേടി ഭാര്യയും മറ്റു സുഹൃത്തുക്കളും ചെല്ലുന്നു. അവര് പറയുന്നു, പിടിച്ചുകൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ച ആളല്ല അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ദയാലുവാണ്. അതുകൊണ്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് മാപ്പ് ലഭിക്കും. അങ്ങനെ അതാ യമനിന്റെ ബോർഡറിൽ നിന്ന് ഇക്രിമയെ അവര് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇക്രിമ വരുന്നതിന് മുമ്പ് തന്നെ വാർത്ത അറിഞ്ഞ മുത്തുനബി അവിടുത്തെ അനുയായികളോട് നിർദ്ദേശം കൊടുക്കുന്നു, സയഅതീകും ഇക്രിമ ഫലാ തസുബ്ബു അബാ. ഇതാ ഇവിടെ പിന്നീട് ഇക്രിമ വരും കേട്ടോ. അബൂജഹലിന്റെ മകനാണ്. മക്കമ്പത്തിന്റെ സമയത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സേനയെ നേരിടാൻ മുന്നിൽ നിന്ന പടയാളിയാണ്. അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഫലാ തസുബ്ബു അബാ, ഇക്രിമയെ ചീത്ത വിളിക്കരുതെന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന അബൂജഹലിനെ പോലും നിങ്ങൾ ചീത്ത വിളിച്ച് അയാളെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് അള്ളാന്റെ ഹബീബ് നിർദ്ദേശം കൊടുക്കുകയാണ്. തൊട്ടടുത്ത ദിവസം അതാ മുത്തുനബിയും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഇക്രിമ കയറി വരുമ്പോൾ മുത്തുനബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങോട്ട് നടന്നു ചെന്നതാ ഇക്രിമയെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. ഇക്രിമ തലതാഴ്ത്തിയിട്ട് ലജ്ജിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു വലിയ നേതാവാണ്. ഫഖന്നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. സർവാംബിയാക്കളുടെയും മേലെയാണ് അവിടുത്തെ സൗന്ദര്യം, സർവാംബിയാക്കളുടെയും മേലെയാണ് അവിടുത്തെ സൽസ്വഭാവം. വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ അവിടുത്തെ പരിസരത്തേക്ക് പോലും ഒരു നബിയും എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ്? ആ വലിയ പെരുമാറ്റത്തിന്റെ അധിപനായ മുത്തുനബി കൊടിയ എതിരാളിയെ സ്വീകരിച്ച ഹൃദ്യമായ ഈ ശൈലി കണ്ടിട്ട് ലജ്ജിച്ചു തലതാഴ്ത്തി പോകുകയാണ് ഈ ഇക്രിമ. ഈ ഒരു നേതാവിനെയല്ലേ ഇത്രയും കാലം ഞാൻ ശല്യം ചെയ്തത്? ആലോചിച്ചില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ പ്രമുഖരായ ഓരോരുത്തരായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അവരതാ കടന്നു വരികയാണ്. 18 ദിവസം മക്കം ഫത്ഹിന് ശേഷം മുത്തുനബി മക്കയിൽ ഈ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി താമസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വാർത്ത വരുന്നത്, ഹവാസിൻ, സഖീഫ് എന്നീ 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ആ 2 ഗോത്രങ്ങളും വമ്പിച്ച ഒരു സേനയെ സജ്ജീകരിച്ച് ഇസ്ലാമിക സൈന്യത്തെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്നുണ്ടെന്ന വിവരം അള്ളാഹുവിന്റെ ഹബീബ് അറിഞ്ഞപ്പോൾ അവരെ നേരിടാൻ വേണ്ടി അതാ 12,000 വരുന്ന ഒരു സേന പുറപ്പെടുകയാണ്. മുത്തുനബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് വന്നത് 10,000 ആണ്. ഇപ്പോ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന ഹവാസിൻ, സഖീഫ് ഗോത്രക്കാരുമായുള്ള ആ പോരാട്ടത്തില് ഹുനൈൻ യുദ്ധം എന്നാണ് അതറിയപ്പെടുന്നത്. അതിന് പോകാൻ സൈനികർ പുതുവിശ്വാസികളായ 2,000 പേര് വീണ്ടും അണിചേരുകയാണ്. അങ്ങനെ 12,000 പേരുമായിട്ടാണ് അവിടേക്ക് പുറപ്പെടുന്നത്. പോകുന്ന വഴിയിൽ പുതിയ ചില ആളുകൾ പറഞ്ഞു, ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ആള് കുറഞ്ഞതിന്റെ പേരിൽ ഇന്നെന്തായാലും നമ്മൾ തോൽക്കൂല. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നതിന് പകരം നാം നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും അവലംബിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിടത്തൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഈ വർത്തമാനത്തെ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ടു. അതിന്റെ ലക്ഷണമുണ്ടായി. മുസ്ലിങ്ങൾ അതാ മുന്നേറിക്കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് മലയുടെ ഒളിത്താവളങ്ങളിൽ പതിയിരുന്നു കൊണ്ടതാ ഗറില്ല മോഡലിൽ ഒരു ആക്രമണം ഈ ഗോത്രങ്ങൾ നടത്തുകയാണ്. ആ സമയത്ത് പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് മുസ്ലിം സേന ചിന്നിച്ചിതറിപ്പോയി. എല്ലാവരും ഓടുക തന്നെയാണ്. പല ആളുകളും പല വഴിക്കാണ്. എന്താ സംഭവിച്ചത് ആർക്കും അറിയില്ല. അള്ളാഹുവിന്റെ റസൂലും വിരലിലെണ്ണാവുന്ന ഏതാനും സ്വഹാബികളും മാത്രം അവിടെ ഉറച്ചു നിന്നു.
മുത്തുനബിയുടെ ധീരതയും അവിടുത്തെ ധൈര്യവും ശക്തിയുമൊക്കെ അന്നാണ് ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയത്. അവിടുന്നതാ വാള് കയ്യിലെടുത്തുകൊണ്ട് അതിഗൗരവത്തോടെ പറഞ്ഞു, അനന്നബിയ്യൂ ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഇത് കള്ളം പറയുകയല്ല, പടച്ചോന്റെ നബിയാണ് ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന ആൺകുട്ടിയുടെ മകനാണ്. മക്കയുടെ നായകനായ അബ്ദുൽ മുത്തലിബ് ധീരനാണ്, അദ്ദേഹത്തിന്റെ പുത്രനാണ്. ഞാൻ ഒരിക്കലും യുദ്ധം കളം വിട്ട് ഓടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമായി നിന്നു. അബ്ബാസ് തങ്ങളോട് വിളിച്ചു പറയാൻ പറഞ്ഞു, സ്വഹാബത്തിനെ തിരിച്ചു വിളിക്കാൻ. ആ വിളി കേട്ട് ഉടനെ തന്നെ ആളുകളൊക്കെ തിരിച്ചെത്തുകയാണ്. ആ സംഭവത്തെ പരിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിൽ അടക്കം നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറാ, നിരവധി യുദ്ധവേദികളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വിശിഷ്യാ യൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസവും പടച്ചോന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇത് അഅജബതുക്കും കസ്റതുക്കും, നിങ്ങളുടെ ആധിക്യം സംഖ്യാബലം നിങ്ങളെ അതാ അത്ഭുതപ്പെടുത്തിയ സന്ദർഭത്തിൽ ഫലം തുഗ്നി അൻകും ശൈആ, പക്ഷേ ആൾബലം നിങ്ങൾക്കൊന്നിനെയും ഐശ്വര്യമാക്കിയില്ല. നിങ്ങൾ പേടിച്ചു പോയി. വല്ലാഖത്തു അലൈക്കുമുൽ അർളു ബിമാ റഹബത്, ഇത്രയും വിശാലമായ യുദ്ധഭൂമി നിങ്ങൾക്ക് സ്ഥലം മതിയായില്ല, ഓടുകയാണ് പലരും. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങളതാ പിന്തിരിഞ്ഞു ഓടിപ്പോയില്ലേ. സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, അല്ലാഹു വിശ്വാസികൾക്കും മുത്തുനബിക്കും സമാധാനം ഇറക്കി കൊടുക്കുകയും വഅൻസല ജുനൂദൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈനികരെ അല്ലാഹു ഇറക്കി തരികയും ചെയ്തു. വഅദബല്ലദീന കഫറൂ ദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികളെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്തു എന്ന് തുടങ്ങി സൂറത്തു തൗബയിൽ ഈ സംഭവത്തെ അല്ലാഹു വിശകലനം നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഹുനൈനിൽ വീണ്ടും മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിക്കുകയും ശത്രുക്കൾ കീഴടങ്ങി അവരെല്ലാം ഓടിപ്പോകുകയും ചെയ്തു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവര് നന്നായി തീരാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഹദി സഖീഫ, പടച്ചവനെ സഖീഫ് ഗോത്രക്കാരെ നീ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി അവര് തിരിച്ചു വന്നു മുസ്ലിമായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവരിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാവരെയും തിരിച്ചു വിട്ടുകൊടുത്തു. അങ്ങനെ അവര് പൂർണ്ണമായും ഇസ്ലാമിന്റെ അനുയായികളായി മാറുകയാണ്. ഇതേ 8-ാം വർഷത്തിൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിതങ്ങൾ മറ്റൊരു വാർത്ത കേട്ടു. തോയിഫിന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ വെല്ലുവിളിയുണ്ട് എന്ന്. ഉടനെ തന്നെ തോയിഫിലേക്ക് തിരിച്ചു. തോയിഫിൽ 18 ദിവസം ഉപരോധം ഏർപ്പെടുത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരും ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അവരും അതാ പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയും പരിസരവുമെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ജഅറാനയിൽ വന്ന് യുദ്ധാർജിത സമ്പത്ത് അത് യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ചു കൊടുത്ത് പിന്നീടതാ അവിടെ 13 ദിവസം നബിതങ്ങൾ താമസിച്ചിരുന്നു. ആ നാട് സമാധാനത്തിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു അത്രയും ദിവസം താമസിച്ചത്. അതിനുശേഷം ജഅറാനയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം കെട്ടി മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് അവിടുന്ന് തിരിച്ചു പോകുകയാണ്. ഇതാണ് ഹിജ്റയുടെ 8-ാം വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ചിലത്. അത് കഴിഞ്ഞാൽ ഹിജ്റയുടെ 9-ാമത്തെ വർഷമാണ്. യഥാർത്ഥത്തിൽ ഹിജ്റയുടെ 9-ാമത്തെ വർഷം എന്ന് പറയുന്നത് പ്രവാചക സവിധത്തിലേക്ക് വഫ്ദുകളുടെ വരവുണ്ടായ ഏറ്റവും കൂടുതൽ ആളുകൾ, രാഷ്ട്രത്തലവന്മാർ, ഗോത്രവർഗ നേതാക്കൾ പ്രവാചകരെ കാണാൻ വന്ന വർഷമാണ് ഹിജ്റ 9-ാമത്തെ കൊല്ലം. ഹിജ്റ 7-ാമത്തെ വർഷം നമ്മൾ പറഞ്ഞു പ്രവാചകർ മറ്റ് രാജ്യ നേതാക്കളെ കാണാൻ വേണ്ടി ദൂതന്മാരെ അയച്ച കൊല്ലാണ്. 9-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത നബിതങ്ങളെ കാണാൻ വേണ്ടി ദൂതന്മാർ ഇങ്ങോട്ട് വന്നതാ. അത് വിശുദ്ധ ഖുർആൻ നേരത്തെ പ്രവചിച്ച സംഭവമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്
വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, പരിശുദ്ധമായ മക്ക വിജയം വന്നു കിട്ടുകയും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കൂടുതലായി തസ്ബീഹ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ആളുകൾ കൂട്ടം കൂട്ടമായി ഓരോ ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഒറ്റയും തെറ്റയായി ഓരോരുത്തരായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത്. അതിനു പകരം ഇനി ഗ്രാമങ്ങളും ഈ പ്രദേശങ്ങളും കുടുംബങ്ങളും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച, അതാണ് ഹിജ്റയുടെ 9ാമത്തെ വർഷത്തിൽ ഓരോ ഗോത്രക്കാരും ഞങ്ങൾ ആദ്യമെത്തണം എന്ന ചിന്തയോടെ പ്രവാചക സവിധത്തിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം അണിനിരക്കുന്നു. അതേ ഹിജ്റയുടെ 9ാമത്തെ വർഷം മറ്റൊരു വലിയ ഭീഷണി ഉണ്ടായി. അതെന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, 8ാം വർഷത്തിന്റെ തുടക്കത്തിൽ സിറിയയിൽ, അതാ പഴയകാലത്തെ ശാം പ്രദേശത്ത് റോം ഭരണകൂടം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ദൂതരെ കൊന്നുകളഞ്ഞതിന് പകരമായി മൂത്തത്തിൽ വെച്ച് യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട റോമുകാർ ലക്ഷക്കണക്കിന് സൈനികരെ സജ്ജീകരിച്ചുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വിവരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. അവരെ നേരിടാൻ വേണ്ടി ഒരു സേനയെ മുത്തുനബി സംഘടിപ്പിക്കുന്നു. തബൂക്കിലേക്ക് ആ സൈന്യത്തെ നയിക്കണം. അവരെ നേരിടാൻ വേണ്ടിയുള്ള സേന ചെറുത് മതിയാവൂല. കാരണം ലക്ഷക്കണക്കിന് സൈനികരുള്ള വലിയൊരു രാഷ്ട്രമാണ് റോം. മുത്തുനബി പരമാവധി ആളെ സംഘടിപ്പിച്ചു. 30,000 യോദ്ധാക്കൾ. പ്രവാചകരുടെ ജീവിത കാലഘട്ടത്തിൽ അത്ര വലിയൊരു സൈനിക നീക്കം വേറെ ഉണ്ടായിട്ടില്ല. 30,000 യോദ്ധാക്കളെ സംഘടിപ്പിച്ചു. ആ യുദ്ധ ഫണ്ട് സമാഹരിക്കാൻ വളരെ ഞെരുക്കമുള്ള ഒരു കാലമായതുകൊണ്ട് ഏറെ പെടാപാടുപെട്ടിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ തന്റെ സമ്പത്ത് പൂർണ്ണമായും സംഭാവന ചെയ്തത് ആ യുദ്ധവേളയിലാണ്. ഉമർ ഖത്താബ് തങ്ങൾ തന്റെ സമ്പത്തിന്റെ നേർപകുതി സംഭാവന ചെയ്ത് അവിടെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 300 ഒട്ടകങ്ങളും 1000 സ്വർണ്ണ നാണയങ്ങളും സംഭാവന ചെയ്തത് ഈ യുദ്ധത്തിന് വേണ്ടിയാണ്. സ്ത്രീകളടക്കം അവരുടെ മാലയും വളയും ഊരി നൽകിയത് ഈ യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. കാരണം അത്രയും വലിയൊരു സേന മദീനയിലേക്ക് മാർച്ച് ചെയ്താൽ സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ നാശം വരും. അതിനെ പ്രതിരോധിക്കാൻ അങ്ങോട്ട് പോകുക തന്നെ ആവശ്യമാണ്. അങ്ങനെ അതാ മുത്തുനബി യാത്ര ആരംഭിച്ചു. സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഹിജ്ർ എന്ന പ്രദേശത്തുകൂടെയായിരുന്നു ഈ യാത്ര. ആ സംഭവങ്ങളൊക്കെ നബി തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവിടുന്ന് ആരും വെള്ളം കുടിക്കരുത്, ഇവിടെ താമസിക്കരുത്, തല താഴ്ത്തി പെട്ടെന്ന് ഇതിലൂടെ മാർച്ച് ചെയ്യണം. നബി തങ്ങൾ നിർദ്ദേശം കൊടുത്തു. യാത്രാമധ്യേ ഐലത്ത്, ജറിയ, അതുപോലെ ദൗമത്തുൽ ജന്തൽ തുടങ്ങിയ പ്രദേശത്തുകാരുമായി കരാറിൽ ഏർപ്പെട്ട് അവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധത കാണിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തി. എന്നാൽ തബൂക്കിലെത്തി പ്രവാചകരുടെ സൈന്യം വന്നു എന്നറിഞ്ഞതോടെ ഭയന്നു വിറച്ച റോമാ സാമ്രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർ യുദ്ധത്തിന് വരാതെ പതുക്കെ ഒഴിഞ്ഞു മാറി. 10 ദിവസം നബി തങ്ങൾ അവിടെ റോന്തു ചുറ്റി. ആരും യുദ്ധത്തിന് വരാതിരുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. ഇതാണ് തബൂക്ക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ യുദ്ധവേളയിൽ അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് തെളിയിക്കുന്ന അനേകം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതോരോ ഘട്ടത്തിലും സ്വഹാബത്തിന്റെ ഈമാൻ ശക്തിപ്പെടുത്താൻ അള്ളാഹു മുത്തുനബിയിലൂടെ ഇങ്ങനെ മുഅ്ജിസത്തുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു സംഭവം കാണാൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മുത്തുനബി ആ യാത്രക്കിടെ വലിയ കാറ്റ് വരുമെന്ന് പ്രവചിക്കുകയാണ്. തലേന്ന് പറയുന്നു, സതഹബ്ബു അലൈക്കുമുൽ ലൈലത റീഹുൻ ശദീദാ, ഇന്ന് രാത്രി അതിശക്തമായ കാറ്റടിച്ചു വീശും. അതുകൊണ്ട് ഫലായക്കും ഫിഹാ അഹദും മിൻകും, കാറ്റടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിലത്ത് അമർന്ന് കിടക്കണം. അത് എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ചുഴലിക്കാറ്റടിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കരുത്. നമ്മൾ നിലത്ത് പതിഞ്ഞ് കിടക്കണം.
ആരും എഴുന്നേറ്റ് നിൽക്കരുത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു. എന്നാൽ ഫഖാമ റജുലുൻ, എല്ലാരോടും അങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും അമർന്ന് കടന്നു. കാറ്റ് വന്നപ്പോൾ ഒരാളെന്ത് ചെയ്തു? തല പൊന്തിച്ചു നോക്കി. കാരണം ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം. പള്ളിയിലൊക്കെ വലിയ ജമാഅത്ത് എടുക്കുമ്പോഴേ എല്ലാവരും സുജൂദ് കിടക്കുമ്പോൾ ഒന്ന് നേരത്തെ പൊന്തി വെക്കും, എന്നാലേ ഈ സുജൂദ് കിടക്കണ മൊത്തം ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ട്. എന്നതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് നന്നായി എല്ലാവരും കടന്നപ്പോൾ ഇയാളൊന്ന് പൊന്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഫഹമലത്തുഹു റീഹ്, കാറ്റ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഹത്താ അൽഖത്തുഹു ബിജബലൈ തൊയ്യ് എന്ന് പറയുന്ന പർവ്വത നിരയിലാണ് അദ്ദേഹത്തെ കാറ്റ് കൊണ്ടുപോയി എറിഞ്ഞത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത് നമ്മൾ സാധാരണ ഒരു പ്രവചനക്കാരൻ പറയുന്നത് പോലെ, കാലാവസ്ഥാ പ്രവചനക്കാരന്റെ പ്രവചനം പോലെയല്ല. അങ്ങനത്തെ ഉപകരണങ്ങളൊന്നും വെച്ചിട്ടല്ല കാറ്റിന്റെ അവസ്ഥയെക്കുറിച്ച് നബി തങ്ങൾ പറയുന്നത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിലുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു മദീനയിലേക്ക് വന്നു. പിന്നെ ആ വർഷം മുതൽക്ക് ഹജ്ജ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലാണ്. ആ ഹജ്ജ് നിർവഹിക്കാൻ ഹിജ്റയുടെ 9ാമത്തെ കൊല്ലം നേതൃത്വം കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ പറഞ്ഞേക്കുകയാണ്. അതൊക്കെ വലിയ സൂചനയാണ്. തന്റെ കാലശേഷം ആരായിരിക്കും ഇവിടുത്തെ അമീറായി ഉണ്ടാകുക എന്നതിന് കൃത്യമായ സൂചന കൂടിയായിരുന്നു. ഹിജ്റയുടെ 9ാം വർഷത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഹജ്ജ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ആ വർഷവും ധന്യമായി കടന്നുപോയി. പിന്നീട് ഹിജ്റയുടെ 10ാം വർഷം ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസികമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വർഷമാണ്. ആ വർഷത്തിലാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന വലിയ സംഭവം നടക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ, അഥവാ മദീനയിലേക്ക് വന്നു ചേർന്നതിന്റെ ഇടയിൽ ഒരുപാട് ദീനിന്റെ നിയമങ്ങൾ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് ജുമാ നിസ്കരിക്കേണ്ടത്, പെരുന്നാൾ നിസ്കരിക്കേണ്ടത്, നോമ്പനുഷ്ഠിക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്, സുന്നത്ത് നിസ്കരിക്കേണ്ടത്, എല്ലാം നബി തങ്ങൾ പരിചയപ്പെടുത്തി. സാമ്പത്തിക വ്യവഹാരങ്ങൾ, രാഷ്ട്രഭരണം, ഇതൊക്കെ പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. ഇനി കാണിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു സംഗതി ഹജ്ജാണ്. പ്രവാചകന്റെ കൂടെ നിർത്തി അവർക്ക് ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി മുത്തുനബി വിളംബരപ്പെടുത്തി, ഈ വർഷം ഹജ്ജിന് പോരാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം മദീനയിലേക്ക് വരിക. അങ്ങനെ മദീനയിൽ ആഭാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര പുറപ്പെടാൻ 1,14,000 അനുയായികൾ അവിടെ സംഘടിച്ചു. 1,14,000 അനുയായികൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഹിജ്റ 10ാം വർഷം ദുൽഖഅദ 24-നാണ് മദീനയിൽ നിന്നും അവർ പുറപ്പെടുന്നത്. ദുൽഖഅദ 24-ന് പുറപ്പെട്ട് ദുൽഹിജ്ജ 4-ന് ഞായറാഴ്ച അവർ മക്കയിലെത്തുകയാണ്. അഥവാ 10 ദിവസത്തെ യാത്ര കൊണ്ടാണ് അന്ന് ഈ 1.25 ലക്ഷത്തോളം വരുന്ന നബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് മക്കയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ആദ്യം തന്നെ വന്ന് ഖുദൂമിന്റെ തവാഫ് നിർവഹിച്ച് അതിന്റെ കൂടെ തന്നെ ഫർളായ സഅയും ചെയ്ത് പിന്നീട് ബത്ഹ എന്ന പ്രദേശത്ത് ചെന്ന് 4 ദിവസം അവിടുന്ന് താമസിച്ചു. അത് കഴിഞ്ഞ് ദുൽഹിജ്ജ 8-ന് മിനയിൽ പോയി. 9-ന് രാവിലെ തന്നെ മിനയിൽ നിന്നും പുറപ്പെട്ട് നെമിറയിൽ ഇറങ്ങി ളുഹറും അസറും അവിടെ വെച്ച് നിസ്കരിച്ചു. ശേഷം അറഫയിൽ വന്ന് അറഫ സംഗമത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഐതിഹാസികമായ പ്രഭാഷണം നടത്തുകയാണ്. മുത്തുനബി ഒരുപാട് പ്രഖ്യാപനങ്ങൾ ആ ഹ്രസ്വമായ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യാവകാശ വിഷയങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ മഹത്വമില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. എന്തു മഹത്വമുണ്ടെങ്കിലും അതൊക്കെ അടിസ്ഥാന മാനദണ്ഡം അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നുണ്ടോ, പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ടോ, അതടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു മഹത്വവും ആർക്കുമില്ല. അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ തന്നെ
പലിശയെ അവിടുന്ന് കാലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നിരോധിക്കുകയും ശക്തമായി താക്കീത് നൽകുകയും ചെയ്തു. തന്റെ മൂത്താപ്പയായ അല്ലെങ്കിൽ അളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് ഞാനിതാ എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. ഇനിമേലിൽ ആരും പലിശ കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. പഴയ കാലത്തുണ്ടായിരുന്ന അത്തരം ഇടപാടുകളെ സമ്പൂർണമായി അവിടുന്ന് നിരോധിച്ചു. കൊലപാതകം നിരോധിച്ചു പ്രഖ്യാപനം നടത്തി. മറ്റുള്ളവരുടെ മാനം തകർക്കുന്നതിന് പ്രഖ്യാപനം നടത്തി. ഇങ്ങനെ തുടങ്ങി അനേകം പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം ആ യാത്രക്കിടെയാണ് അല്ലാഹു തആല അവിടത്തേക്ക് സന്ദേശം കൈമാറുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഇതാ ഞാൻ എൻ്റെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പരിപൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം കൂടെ വന്നതോടുകൂടി അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ അനുയായികളെ ഇതാ ദൗത്യം ഏൽപ്പിക്കാൻ പോകുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിപൂർത്തീകരണം കഴിഞ്ഞു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. അതിന്റെ സമ്പൂർത്തീകരണം കഴിഞ്ഞു. ഇനി ഒരു നബി വരാനില്ല. പ്രവാചകരുടെ പാഠശാലയിൽ എല്ലാ അർത്ഥത്തിലുള്ള പരിശീലനം നേടിയ 1.25 ലക്ഷം സ്വഹാബത്തിനെ സാക്ഷിയാക്കി അവിടുന്ന് പറഞ്ഞു, എന്നിൽ നിന്ന് നേരിട്ട് ഈ ഇസ്ലാമിനെ അനുഭവിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ ഇത് കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടാത്തവർക്ക് പകർന്നു നൽകണം എന്ന അവിടുത്തെ ദൗത്യമേൽപ്പിക്കൽ ചടങ്ങും ഈ പ്രഭാഷണത്തോടൊപ്പം അവിടുന്ന് നടത്തുകയാണ്. അങ്ങനെ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്ന ഹജ്ജ് കർമ്മവും കൂടി അവരെ വിശദീകരിച്ച് പഠിപ്പിച്ചതിന് ശേഷം ദുൽഹിജ്ജ 14 അന്ന് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് ഈ സമയത്ത് എന്ത് ചെയ്തുവല്ലേ? നിങ്ങൾ ആലോചിക്കണം. അള്ളാഹിന്റെ ഹബീബിന്റെ പ്രഖ്യാപനങ്ങളെ അക്ഷരം പ്രതി നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മഹാന്മാരായ സ്വഹാബത്ത് അത് അതുപോലെ നടപ്പാക്കുകയാണ്. എന്തായിരുന്നു പ്രവാചകരുടെ വസിയത്ത്? നിങ്ങൾ ഈ ദീനിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നാണ്. ആ ആഹ്വാനം കേട്ടുകൊണ്ട് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകൾ അവര് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരാതെ അവിടെ വെച്ച് തന്നെ അവര് ദഅവത്ത് ഉദ്ദേശിച്ച് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നാടുവിടുകയാണ്. വേറൊരു പറ്റം ആളുകൾ അവരുടെ കുടുംബത്തെ നാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അവരും ഇതര രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പോകുകയാണ്. ഒരു കൂട്ടം സ്വഹാബത്ത് മുത്തുനബി ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് അവിടത്തോടൊപ്പം തന്നെ ജീവിക്കലാണ് ഇപ്പോൾ ഖൈറെന്ന് കരുതി അങ്ങനെ മദീനയിൽ പ്രവാചകരെ കൂടെ തങ്ങുകയും ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു പുറപ്പാട് കൊണ്ടാണ് നെഹ്റു പറഞ്ഞതുപോലെ 1/2 നൂറ്റാണ്ട് കൊണ്ട് ഭൂഗോളത്തിന്റെ അർദ്ധഭാഗം ഇസ്ലാമികവൽക്കരിക്കാൻ പ്രവാചക ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മളൊക്കെ കേരളത്തിലുള്ള ഓരോ സംഘടനകളുടെ പിന്നിൽ തന്നെ അണിനിരന്ന ലക്ഷങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. എന്തെല്ലാം സാങ്കേതിക സൗകര്യങ്ങൾ നമ്മളെ കൈവശമുണ്ട്. പക്ഷേ അള്ളാഹിന്റെ ഹബീബിന്റെ കീഴിൽ അന്ന് അണിനിരന്ന ഈ തുച്ഛം വരുന്ന അനുയായികൾ, അവിടുത്തെ പരിശീലനം നേടിയ അനുയായികൾ, അവരുടെ പ്രബോധന പ്രവർത്തനം കൊണ്ടാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ പോലും വളരെ പ്രയാസകരമായ സഞ്ചാര സൗകര്യങ്ങളുള്ള ഒരു കാലം, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം ഭംഗിയായി നിർവഹിച്ച ആ സ്വഹാബത്തിനോട് നമ്മൾ എത്ര കടപ്പെട്ടിട്ടുണ്ട്. വെറുതെയല്ല അള്ളാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളു അൻ. പടച്ച റബ്ബ് അവരെ അങ്ങോട്ടും അവര് റബ്ബിനെ ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ടവരാണ്. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദീനി ദഅവാ രംഗത്ത് സജീവമാവാൻ നമുക്കൊക്കെ സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. അങ്ങനെ മുത്തുനബി അതാ മദീനയിലേക്ക് തിരിച്ചു വരുന്നു. ഹിജ്റയുടെ 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിലൊക്കെ ഒരു പ്രത്യേകമായ മാറ്റം കണ്ടു തുടങ്ങി. എന്താണ് ആ മാറ്റം? അവിടെ നിന്നിപ്പോൾ മിക്ക സമയത്തും ആഖിറത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ആഖിറത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. പഴയകാലത്ത് ചെയ്തതിനേക്കാൾ ഇബാദത്തുകൾ വല്ലാതെ വർദ്ധിപ്പിക്കുന്നു, നിരന്തരമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇത് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ.
മക്ക ജയിച്ചടക്കി ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്? ഫസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇനി കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് ആഖിറത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, ആ പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ പോകണം എന്ന സൂചനയുള്ള ആയത്ത് ഇറക്കിയതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമാറ്റത്തിന് കാരണം അതുവരെ അവിടുന്ന് റമളാനിൽ അവസാനത്തെ 10 ദിവസം രാവും പകലും പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്ന പതിവായിരുന്നുവെങ്കിൽ ആ വർഷത്തെ റമളാനിൽ നടുവിലെ 10-ലും ഒടുവിലെ 10-ലും പൂർണ്ണമായും ഇത്തിക്കാഫിലാണ്. വല്ലാതെ തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നു. അവിടത്തേക്കതാ യാത്രയുടെ തുടക്കം സൂചനകളായി കിട്ടിയതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ സൂചനകൾ അവിടുന്ന് ഒരുപാട് ഘട്ടത്തിലായി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ച അല്യോമാക്കുമൽത്തുലക്കും ദീനക്കും എന്ന ആയത്ത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോരുമ്പോൾ 100 ഒട്ടകങ്ങളെയും കൊണ്ടാണ് നബിതങ്ങൾ മക്കയിലേക്ക് പോയത്. എന്നാൽ ആ 100 ഒട്ടകങ്ങളിൽ 63 മുത്തുനബി സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്ത് ദാനം ചെയ്തു. അവിടെ ബാക്കി വരുന്നത് അലി റളിയല്ലാഹു അൻഹു കൊണ്ട് അർപ്പിച്ചു. എന്താണ് ഈ 63 സ്വന്തം കൈ കൊണ്ട് അറക്കാൻ കാരണം? മുത്തുനബി തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്റെ ആയുസ് 63 വയസ്സാണ്. 1 വയസ്സിന് 1 എന്ന തോതിൽ അവിടെ ഹദിയ ചെയ്തിട്ടതാ അള്ളാഹുവിന്റെ ഹബീബ് ദാനം ചെയ്യുകയാണ്. പരിശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ അവിടത്തെ ഹദിയയായി സമർപ്പിക്കുകയാണ്. ഇത് അവിടത്തെ വഫാത്തിന്റെ സൂചനയാണ്. അതേപോലെ തന്നെ ഹജ്ജത്തുൽ വിദായിൽ മുടി കളയുന്നു ഹജ്ജിന്റെ ഭാഗമായി. ആ സമയത്തതാ എന്താണ് നബി തങ്ങൾ ചെയ്തത്? മുത്തുനബിക്ക് അനുഭവമാണല്ലോ. അവിടുന്ന് വുളൂ ചെയ്യുകയാണെങ്കിൽ കാനൂ യഖ്തത്തിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുത്തുനബി വുളൂ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ, അവിടുത്തെ മുഖത്ത്, കൈകളിൽ അവിടെയൊക്കെ തട്ടിത്തെറിക്കുന്ന വെള്ളത്തിന് വേണ്ടി, അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ട്. അവിടത്തെ ഉമിനീരൊന്ന് തെറിപ്പിച്ചാൽ അതേതെങ്കിലും ഒരു സ്വഹാബിയുടെ പവിത്രമായ കൈകളിലാണ് ചെന്ന് വീഴുന്നത്. അത്ര ബറക്കത്തിന് വേണ്ടി അവരൊക്കെ പിന്നാലെ നടക്കുന്നവരാണ്. മുത്തുനബി മുന്നിൽ കാണുന്നു, ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഈ ദുന്യാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുകയാണ്. എന്നാൽ എൻ്റെ കാലശേഷവും എൻ്റെ അനുയായികൾക്ക് ബറക്കത്തെടുക്കാനുള്ള അവസരം കിട്ടണം. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മുത്തുനബി അതാ അവിടത്തെ തലമുണ്ടനം ചെയ്തതിന് ശേഷം അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് ആ തിരുകേശം കൈമാറിയിട്ട് പറയുന്നു, യഖ്സിംഹു ബൈനന്നാ
താമസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പകരം പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ എൻ്റെ വാപ്പയെ നിശ്ചയിച്ചാൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുമോ അത് എൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന്. അതുകൊണ്ട് അത് മെല്ലെ ഒഴിവാക്കാൻ പറ്റിയതാണെങ്കിൽ ഒഴിവാക്കിക്കാം എന്ന നിലക്ക് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പ ഖുർആൻ ഓതിയാൽ പിടിച്ചിക്കാൻ കഴിയില്ല, കരഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വാപ്പാനെ ഇമാമത്ത് നിർത്തുന്നതിനേക്കാൾ നല്ലത് ഉമർ ഫാറൂഖ് തങ്ങളെയോ മറ്റോ നിർത്തലല്ലേ എന്ന് ചോദിച്ചപ്പം വീണ്ടും നബി തങ്ങൾ പറഞ്ഞത് കേൾക്കുക, വാപ്പനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയണം. വീണ്ടും അവരിങ്ങനെ മാറി നിന്നപ്പം മുത്തുനബി ഇത് ശക്തമായ കൽപ്പനയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റിച്ചവരാണ് എന്ന് വരെ നബി തങ്ങൾ പറഞ്ഞു. അതോടെ ആയിഷ ബീവിക്ക് മനസ്സിലായി ഇത് ഉറച്ച നിലപാടാണ്. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തുന്നത്. നബി തങ്ങളുടെ ജീവിതകാലത്ത് 17 വക്തുകൾക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തിട്ടുള്ളത്. വഫാത്തിന്റെ മുമ്പായി 17 വക്ത് നിസ്കാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. സ്വഹാബത്തിന്റെ ഇടയിൽ വല്ലാത്ത വിഷമം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ക്ഷീണമായല്ലോ, അസുഖബാധിതനായല്ലോ, ആരും പണിക്ക് പോകുന്നില്ല, കച്ചവടക്കാര് കടയിൽ പോകുന്നില്ല, കർഷകർ പാടത്ത് പോകുന്നില്ല, തോട്ടത്തിൽ പോകുന്നില്ല, എല്ലാവരും പള്ളിയുടെ പരിസരത്ത് ചുറ്റിത്തിരിയുകയാണ്. മുത്തുനബിക്ക് എന്ത് സംഭവിക്കുന്നു ഇതറിയാൻ എല്ലാവർക്കും വിഷമമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അവിടെ നിന്ന് നിൽക്കുന്നത്. അവിടേക്ക് കയറി വരുന്നു സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിയെ അടുത്തേക്ക് വിളിച്ച് അവിടത്തെ നെറ്റിയിൽ അതാ മുത്തുനബി മാറി മാറി ചുംബനം വെക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്നുണ്ട്. അവിടത്തേക്ക് ഇനി ആണായും പെണ്ണായും ഒരേ ഒരു മകള് ഫാത്തിമ ബീവി മാത്രമാണ് ഉള്ളത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, 7 മക്കളുണ്ടായിട്ട് 6 മക്കളും തൻ്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു പോകുകയാണ്. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കുട്ടി ഫാത്തിമ ബീവിയാണ്. എല്ലാവർക്കും കൊടുക്കേണ്ട സ്നേഹം ഒന്നിച്ച് നൽകുകയാണ്. ഫാത്തിമ ബീവി ഉപ്പാന്റെ വിഷമം കണ്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്ന സമയത്ത് ബീവിയെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ടതാ സ്വകാര്യം പറയുന്നു. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് വീണ്ടും അടുത്തേക്ക് വിളിച്ചു മറ്റൊരു രഹസ്യം പറയുന്നു. ഫാത്തിമ ബീവിയുടെ മുഖത്ത് നിറപുഞ്ചിരിയാണ്. ഈ ഭാവമാറ്റവും കരച്ചിലും ചിരിയും കണ്ടു നിന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചോദിച്ചു, ഫാത്തിമ, ആദ്യത്തെ സ്വകാര്യം കേട്ടപ്പോൾ നിങ്ങൾ കരഞ്ഞു, രണ്ടാമത്തെ രഹസ്യം കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു, എന്താ മുത്തുനബി പറഞ്ഞത്? അന്ന് മഹദി അവർകൾ പറഞ്ഞു, അള്ളാന്റെ റസൂല് രഹസ്യം പറഞ്ഞതല്ലേ, അതിപ്പം പരസ്യപ്പെടുത്താൻ പറ്റൂല, സമയാവുമ്പം പരസ്യപ്പെടുത്താ. അവിടുത്തെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രഹസ്യത്തിന്റെ രഹസ്യം വെളിവാക്കിയത്. അത് പറഞ്ഞു ഉമ്മ, ആദ്യമായി മുത്തുനബി എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞ സ്വകാര്യം, മോളെ, ഞാൻ ഇന്നത്തെ ദിവസം ഈ ലോകത്തോട് വിട പറയുമെന്നാണ്. അത് കേട്ടാണ് ഉമ്മ ഞാനന്ന് പൊട്ടി കരഞ്ഞു പോയത്. പിന്നീട് എന്നോട് പറഞ്ഞ സ്വകാര്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് വന്നു ചേരുക നീയായിരിക്കും മകളെ. ഇത് കേട്ടാണ് ഉമ്മ ഞാൻ ചിരിച്ചു പോയത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ എത്രയാണ്. മരണത്തിന്റെ വാർത്ത കേട്ടിട്ട് ചിരിക്കുന്ന മഹദിയാണ്. അള്ളാഹു അവരെ ഈമാനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാനിനെ അള്ളാഹ് ശക്തിപ്പെടുത്തി തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി വഫാത്തായതിനു ശേഷം പിന്നെ ചിരിച്ചിട്ടില്ല. അവിടുന്ന് ആഖിറത്തിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു. കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ മഹദിയും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ് ഉണ്ടായത്. അന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ചയാണ്. സുബഹി സമയമായി. പള്ളി അതാ സജീവമാകുന്നു. ആളുകളൊക്കെ തടിച്ചുകൂടി.
പതിവനുസരിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്നു. സ്വഹാബത്ത് മുഴുവനും പള്ളി നിറഞ്ഞു കവിഞ്ഞ ജമാഅത്ത് നടക്കുന്നു. ആ ജമാഅത്ത് നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബത അവിടുത്തെ റൂമിന്റെ വിരി അങ്ങോട്ട് മാറ്റി പള്ളിയിലേക്ക് നോക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നു, പലരും കൈകെട്ടാൻ ബാക്കിയുണ്ട്, ചില ആളുകളൊക്കെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ മുഖമതാ ഒരു മുസ്ഹഫിന്റെ പേജ് പോലെ ലംഘുന്നുണ്ട് സന്തോഷത്താൽ. എല്ലാവർക്കും സന്തോഷമായി. അള്ളാന്റെ ഹബീബ് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ വരികയാണെന്നാണ് പലരും വിചാരിച്ചത്. ചിലരൊക്കെ തസ്ബീഹ് ചൊല്ലി. പക്ഷേ നബിതങ്ങൾ താളം കാണിച്ചു, അംഗ്യം കാണിച്ചു. നിസ്കാരം തുടരൂ എന്ന് പറഞ്ഞ് വിരി വീണ്ടും അത് അടക്കുകയാണ്. ഇതോടെ എല്ലാവർക്കും സമാധാനായി. അള്ളാന്റെ ഹബീബിന്റെ അസുഖം മാറി. ഇനി സജീവമായി മുത്തുനബി നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നവരൊക്കെ വിചാരിച്ചു. നേരം വെളുത്ത് നിസ്കാരം കഴിഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മുത്തുനബിയുടെ ചാരത്ത് എന്ന് പറഞ്ഞു, നബിയേ, ഭാര്യ വീട്ടുവരെ പോയിട്ട് ഒരുപാട് കാലമായി, ഞാൻ ഒന്ന് പോയി സന്ദർശിച്ചു വരാം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൃഷിയിടത്തേക്കൊന്ന് പോയി വരാം. അങ്ങനെ എല്ലാവർക്കും സമാധാനം. മുത്തുനബിയുടെ രോഗം മാറിയല്ലോ. പലരും പല വഴിക്ക് പോയ നേരത്ത് അതേ ഒരു ളുഹായുടെ സമയമായി. ആ സമയത്താണ് അവിടത്തേക്ക് വീണ്ടും പ്രയാസം വരുന്നു. വല്ലാത്ത പ്രയാസം വരികയാണ്. ആ പ്രയാസത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടെ തന്നെ ഉണ്ട്. അവിടത്തതാ അങ്ങനെ താഴോട്ട് നോക്കുമ്പോ അവിടത്തെ കയ്യിലൊരു ബ്രഷ് ഉണ്ടായിരുന്നു. ആ ബ്രഷിന് വേണ്ടിയാണെന്ന് കരുതി ബ്രഷ് കൊടുത്തു. ആ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നു. വെള്ളത്തിൽ കൈമുക്കിയിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ മുഖം തടവുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഅവ്വിദത്തൈനി ഓതി മന്ത്രിച്ചു കൊടുക്കുന്നു. മുത്തുനബി അവിടെ വെച്ച് പറയുകയാണ്, ഇതാ ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് നല്ല വേദനയുണ്ടാകും കേട്ടോ, വല്ലാത്ത വിഷമമുണ്ടാകും മരണത്തിനെന്ന് മുത്തുനബി പറയുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടുകൊണ്ട് കണ്ണു നിറച്ച് പറയുന്നു, എന്റെ പിതാവിന്റെ വേദനയെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൊമ്പരപ്പെടുകയാണ്. ഉടനെ മുത്തുനബി പറഞ്ഞു, ലൈസ അലാ അബീകി കർബും ബഅദൽ യൗം, ഫാത്തിമ, ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വിഷമവുമില്ല ഫാത്തിമ. ഇനി സന്തോഷത്തിന്റെ പൂന്തോപ്പിലേക്കാണ് നിന്റെ ഉപ്പ പോകുന്നത്. അതുകൊണ്ട് മോള് വിഷമിക്കേണ്ടതില്ലെന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുന്നു. പിന്നീടതാ അവിടുന്ന് മേലോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നീട് പറഞ്ഞു, മാമിൻ നബിയിൻ ഇല്ലാ ഖുയ്റ, ഒരു നബിയും മരണത്തിന്റെ മുമ്പേ മലക്കുകൾ അവരോട് ഇഷ്ടം തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടല്ലാതെ അവരെ റൂഹിനെ പിടിക്കുകയില്ല. നിങ്ങൾക്ക് ഹയാത്തോടെ ഇവിടെ ജീവിക്കണോ അല്ല ആഖിറത്തിലേക്ക് പോരണോ, സമ്മതമുണ്ടെങ്കിലേ ഇസ്രായേൽ റൂഹിനെ പിടിക്കൂ. അതെല്ലാ നബിമാർക്കും അങ്ങനെയാണ്. അതുകൊണ്ട് മുത്തുനബിയോടും മലക്ക് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ പോരുന്നോ? അപ്പോഴുള്ള മറുപടിയാണ് റഫീഖൽ അഅല, സമുന്നത കൂട്ടുകാരോടൊപ്പം ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതാ ചില വസിയത്തുകൾ, സ്ത്രീകളെ സംരക്ഷിക്കേണ്ട കാര്യം, അടിമകളെ വിമോചിപ്പിക്കേണ്ട കാര്യം, അവരോട് നീതി പുലർത്തേണ്ട കാര്യം, നിസ്കാരം നിലനിർത്തേണ്ട വിഷയം, ഇതൊക്കെയാണ് അവിടുത്തെ അന്ത്യവസിയത്തുകളായി ഉമ്മത്തിനെ ഏൽപ്പിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു അതൊക്കെ പാലിക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം തരട്ടെ. അവസാനം കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തിന്റെ നേതാവായ ലോകാനുഗ്രഹി നമ്മോട് വിട ചോദിക്കുന്നു. അന്നൊരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെയാണ്. പ്രവാചകരുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. അതിൽപ്പെട്ടതാണ് തിങ്കളാഴ്ചയും റബീഉൽ അവ്വലും 12 ഒക്കെ എന്ന് പറഞ്ഞത്. അവിടുത്തെ ജനനത്തിനു വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത അതേ തീയതി തന്നെയാണ് വഫാത്തിന് വേണ്ടിയും തെരഞ്ഞെടുത്തത്. അതേ തീയതിയിൽ തന്നെയാണ് അവിടുന്ന് മദീനയിൽ വരുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ്. ഇങ്ങനെ ഒരുപാട് അവിടത്തേക്ക് ആദ്യമായി വഹി കിട്ടുന്നതും അതേ രീതിയിൽ ഒരു തിങ്കളാഴ്ചയിലും, അതേപോലെ തന്നെ സ്വപ്നത്തിന്റെ തുടക്കമുണ്ടാകുന്നത് റബീഉൽ അവ്വലിലാണ്, റമളാനിലാണ്. ആയത്തുകൾ ആദ്യമായി ഇറക്കി കൊടുക്കുന്നതെങ്കിലും വഹീന്റെ തുടക്കം 6 മാസം നീണ്ട സ്വപ്നമാണല്ലോ. അത് റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ
അവൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, അങ്ങനെ 6 മാസം മുമ്പ് തുടങ്ങുന്നത്. റബീഉൽ അവ്വലാണ് അതിൻ്റെ ആരംഭമുണ്ടാകുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ആ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേ അത്ഭുതത്തോടുകൂടെ അവിടെ നിന്ന് ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. പിന്നീട് ബുധനാഴ്ച രാത്രിയിലാണ് അവിടുത്തെ മറമാടിയത്. അത് മറ്റുള്ള എല്ലാ വിഷയങ്ങളെയും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി, എല്ലാ ആളുകൾക്കും പ്രവാചകരെ സമീപത്തേക്ക് വരാൻ വേണ്ടി ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി ആ ലോകത്തിൻ്റെ നേതാവ് അവിടെ നിന്ന് വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ സൗകര്യം ചെയ്തിട്ടുള്ളത്. അതിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നബിതങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത്, മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, മുത്തുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും അധികം അവിടുത്തെ ബന്ധമുണ്ടായ ഒരു സ്ഥലം, അത് നാളെ സ്വർഗത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ കൊണ്ടുവെക്കപ്പെടുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏറ്റവും ഹൈറായ പുണ്യമുള്ള സ്ഥലമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ച ആ പവിത്രമായ ശരീരം വിശ്രമിക്കുന്ന സ്ഥലത്തിൻ്റെ പുണ്യം കൊണ്ടാണത്. ആ റൗള സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നാളെ അവിടുത്തെ ജിവാറിലായി ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ ഈ പരിപാടി ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ പരിപാടി ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. അള്ളാഹു തആല നമ്മളെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ 6ാമത്തെ മുഖാമുഖം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച നടക്കുകയാണ്. തബ്ലീഗ് ജമാഅത്ത് വിമർശനത്തിന് കാരണങ്ങളുണ്ട് എന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖാമുഖം നടക്കുന്നത്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി 3 സ്വലാത്തുൽ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് ആളുകൾ ദുആർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ കള്ളൻ വലിയ ആഭരണങ്ങൾ കട്ടുകൊണ്ടുപോയ പാവപ്പെട്ട ഒരു കുടുംബം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ കള്ളനൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. ആ കവർന്നെടുത്ത പാവപ്പെട്ടവരുടെ സ്വർണ്ണാഭരണം തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് നമുക്ക് വിശുദ്ധ റൗള ശരീഫിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലണം. അല്ലാഹു അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സായി മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. സാധുക്കളായ പാപികളായ ഞങ്ങൾ ഈ ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ. ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. അറിവ് കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. മഹ്ലായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. അവശേഷിക്കുന്ന ആയുസ് നിന്റെ പൊരുത്തത്തിലായി വ്യയം ചെയ്യാനുള്ള സൗഭാഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ഹൈറായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. പല വിധത്തിലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, കഠിനമായ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പനിച്ച് കിടക്കുന്നവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. ശരീരത്തിൻ്റെ വിവിധ കണിപ്പുകളിൽ വേദനയുള്ളവർ, ഹാർട്ട് രോഗികൾ, മസ്തിഷ്കത്തിന് പഴുപ്പ് ബാധിച്ചവർ, കേൾവി കുറഞ്ഞു വരുന്നവർ, കാഴ്ച ശക്തി കുറഞ്ഞു വരുന്നവർ, ഹാർട്ടിന് ബ്ലോക്ക് വന്നവർ നീ ശിഫ നൽകണേ അല്ലാ. വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അർശസിൻ്റെ അസുഖമുള്ളവർ, മൂത്രവാർച്ച സംബന്ധമായ രോഗമുള്ളവർ,
എല്ലാ രോഗികൾക്കും നീ സുഖം നൽകണേ അല്ലാ. മാരകമായ കൊറോണ തന്ന് ഞങ്ങളെ ആരെയും നീ അപായപ്പെടുത്തല്ല റഹ്മാനെ. ആരെ ശരീരത്തിൽ ആ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ, വൈറസുകൾ ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ചെറിയ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രായമുള്ള ഉമ്മാമമാരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങളിൽ എല്ലാ സമാധാനവും തരണേ അല്ലാ. കുടുംബജീവിതത്തിൽ സമ്പൂർണ്ണ സംതൃപ്തി നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നല്ല അദബും മര്യാദയും പഠനത്തിലുള്ള താല്പര്യവും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെ ഉഖറവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ അല്ലാ. അവരെ പഠനത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരുണ്ട്. വിശിഷ്യ ഞങ്ങളെ മർക്കസു സഖാഫത്ത് സുന്നിയ, മഅദനു സഖാഫത്ത് സുന്നിയ, സിറാജുൽ ഹുദ ഉൾപ്പെടെയുള്ള ഞങ്ങളെ വലിയ വലിയ സ്ഥാപനങ്ങളെയും ദാറുൽ അമാൻ അടക്കമുള്ള ഞങ്ങളെ ചെറിയ സ്ഥാപനങ്ങളെയുമൊക്കെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും ഖൈറും ബറക്കത്തും നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഫിത്ന മുസീബത്തുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും ഉത്സാഹം കാണിച്ച പ്രിയപ്പെട്ട ഞങ്ങളെ ഉമ്മമാര്, ഉപ്പമാര്, പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, മറ്റ് സാമ്പത്തിക സഹായം തന്നവർ, അതിലൊക്കെ ഉപരിയായി ഞങ്ങൾക്ക് അക്ഷരജ്ഞാനം മുതൽ പഠിപ്പിച്ച പ്രിയങ്കരായ ഞങ്ങളെ ഉസ്താദുമാര്, റബ്ബേ, അവരെ കൂട്ടത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ദറജകളെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ മരണം ഖൈറാകുന്ന സമയത്ത്, അമലുകൾക്ക് മുൻതൂക്കമുള്ള നേരത്ത്, കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ, ഹജ്ജും ഉംറയും സിയാറത്തും ഞങ്ങളെ ജീവിതാഭിലാഷമാണ്. ഒരുപാട് തവണ നീ തൗഫീഖ് തരണേ റഹ്മാനെ. ചരിത്രത്തിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ഒരുപാട് സ്ഥലങ്ങളെ പരാമർശിച്ച് അവിടെയൊക്കെ ചെന്ന് കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് മുഖേന ഞങ്ങളെ ഈമാന് നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. മഹ്ശറിൽ അർശിന്റെ നിഴൽ നൽകണേ റഹ്മാനെ. ഹബീബിന്റെ വിരുന്ന് തരണേ അല്ലാ. ജന്നാത്തുൻ നഈമിൽ അവിടുത്തെ ജിവാറിലായി ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. റബ്ബേ, നരകത്തിന്റെ വിറകുകളാക്കി നീ ഞങ്ങളെ നശിപ്പിച്ചു കളയല്ല അല്ലാ. ഏറ്റവും വലിയ സൗഭാഗ്യം നിന്റെ വജ്ഹ് കണ്ട് ആസ്വദിക്കലാണല്ലോ അല്ലാ. നീ അതിന് ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا ولا تردنا خائبين. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിയെ ആസ്പദിച്ചുകൊണ്ടുള്ള ഓൺലൈൻ പരീക്ഷ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം നടക്കും. ആ കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും പരീക്ഷയിൽ പങ്കെടുക്കണമെന്നറിയിക്കുന്നു.